ഹലോ ഡിയേഴ്സ്, ഇന്ന് മുട്ടയും ചിക്കനും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പാന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കൊത്തി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് മൂപ്പിക്കാം. ഇതിലേക്ക് കൊത്തി അരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇതിലേക്ക് പുഴുങ്ങി പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ വേവിച്ച് പൊടിച്ചു വെച്ച ചിക്കനാണ് ചേർക്കുന്നത്. എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഗരം മസാലയുടെ പൊടിയും അതുപോലെ കൊത്തി അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്ത് നമ്മുടെ ആ മിക്സ് അങ്ങ് റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. പുഴുങ്ങിയ മുട്ട നമ്മൾ ഇതുപോലെ ഒരു മുട്ട നെടുക കീറി 2 പീസാക്കിയിട്ട് മാറ്റി വെക്കാം. ഞാൻ ഇന്ന് കുറച്ച് വലിയൊരളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു ഈദിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഉണ്ടാക്കിയിട്ട് പോയൊരു സ്നാക്കാണിത്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നേരത്തെ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, നമ്മളെ പൊട്ടറ്റോ ചിക്കൻ മിക്സ്, ഈ ഒരു മുട്ടയിൽ നല്ലോണം ഒന്ന് നമ്മൾ കവർ ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട മൊത്തം കോട്ടാകുന്ന രീതിയിൽ നമ്മളതൊന്ന് കവർ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം പുഴുങ്ങിയ മുട്ടയും ഇതുപോലെ ഒന്ന് ഇത് വെച്ച് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലോണം ബീറ്റ് ചെയ്ത മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. അതിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം ബ്രെഡ് ക്രംസിൽ ഇത് മൊത്തത്തിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതിലായാലും ഫ്രൈ ചെയ്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്